2024 ദ ബെസ്റ്റ് എവർ ഇയർ ആക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കിവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഈ ഒരു വർഷത്തിൽ എങ്ങനെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അച്ചീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ലൈഫിന്റെ എല്ലാ ഏരിയാസിലും എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതും ഈ ഒരു സീരീസ് വഴി നമുക്ക് കാണാം. Okay, I'm really excited to start this journey with you. Are you ready? Then let's get into the video. Hi, my name is Shilpa Santosh. Welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ബേസിക് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞു പോയൊരു വർഷത്തിനെ പ്രോപ്പറായിട്ട് റാപ്പപ്പ് ചെയ്യും. അതുപോലെ തന്നെ പുതിയൊരു വർഷത്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവും. ഫസ്റ്റ് നമ്മൾ 2023ക്ക് ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു ലൈഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 2024നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവും. നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ടൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു പെന്നും ബുക്കുമാണ് ആവശ്യമായിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്, നമ്മളിവിടെ 2023 താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യും അല്ലേ. കാരണം ഈ കഴിഞ്ഞു പോയൊരു വർഷം നമുക്ക് ഒരുപാട് മെമ്മറീസ്, ഒരുപാട് നല്ല അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് അത്ര നന്നായിട്ട് വർക്കൗട്ട് ആവാഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്ന് നമുക്ക് നല്ല ലേണിങ്സ് കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഈ ഒരു കഴിഞ്ഞ വർഷം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം. കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയിലുള്ള ഒരു ഇമോഷൻ. സോ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫേസിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ പുതിയൊരു വർഷത്തിനെ വെൽക്കം ചെയ്യാനുള്ള ഒരു കറക്റ്റ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഓഡിറ്റ് എന്നുള്ളൊരു സെക്ഷൻ ആണ് അല്ലേ. സോ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് പ്രോസസ്സ് നോക്കിയാലും, അവർ ഓരോ വർഷം കഴിയുമ്പോഴും കഴിഞ്ഞു പോയൊരു വർഷത്തിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും. അതുപോലെ അവരുടെ അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത്ര നന്നായിട്ട് വർക്കൗട്ട് ആവാഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറക്റ്റ് അനാലിസിസ് ആണ് നമ്മളെ പുതിയൊരു വർഷത്തിനെ അതിലും കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫും എപ്പോഴും ഒരു പ്രൊജക്റ്റ് പോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഓരോ വർഷത്തിനേക്കാളും ബെറ്റർ ആയി പെർഫോം ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവും. സോ ഈ ഒരു ലൈഫ് ഓഡിറ്റ് നമ്മൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കും. നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നല്ല മൊമെന്റ്സ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ അത്ര നന്നായിട്ട് വർക്കൗട്ട് ആവാഞ്ഞ കാര്യങ്ങൾ. സോ ഇതിനെ ഞാൻ നമ്മുടെ ലേണിങ്സ് എന്നാണ് ഇവിടെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ ലേണിങ്സ് എന്തൊക്കെയായിരുന്നു, ഇത് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യും. സോ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഇംപ്ലിമെന്റ് ചെയ്ത ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയായിരുന്നു എന്നും, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ സ്കോപ്പുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഇനി ഇതിൽ തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെൽക്കം 2024 ആണ് അല്ലേ. സോ അതിൽ മെയിൻ ആക്ടിവിറ്റി എന്താ വെച്ചാൽ നമ്മൾ പുതിയ വർഷത്തിന് ഒരു തീം സെറ്റ് ചെയ്യും. സോ സപ്പോസ് ലൈക്ക് നമുക്ക് നമ്മുടെ പുതിയൊരു വർഷത്തിന് ഒരു നല്ല ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ആണ്, ഒരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ നമ്മളാണ് അതിലത്തെ മെയിൻ ക്യാരക്ടർ അല്ലേ. സോ നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ജോണറിലുള്ള ഫിലിം ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനാണ് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആസ്പെക്ട് എന്താണ്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് അവരുടെ ഫ്രീഡം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ടൈം ഫ്രീഡം, മണി ഫ്രീഡം, എനിത്തിങ് ഫ്രീഡം ആയിരിക്കാം. ചിലവർക്ക് പീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ഹാപ്പിനെസ് ആയിരിക്കാം.
അല്ലെങ്കിൽ ചിലവർക്ക് കരിയറിലുള്ള ഗ്രോത്ത് ആയിരിക്കാം, ഗ്രോത്ത് അല്ലെങ്കിൽ ഹസിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. സോ അറ്റ് ദ മൊമെന്റ് ഈ കഴിഞ്ഞ ലൈഫ് ഓഡിറ്റ് എന്നുള്ള ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയ ഒരു ആസ്പെക്ട് എന്താണ്, ഏത് ഏരിയയിലാണ് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? സോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു തീം നമുക്ക് പുതിയ ഇയറിന് വേണ്ടി സെറ്റ് ചെയ്യാം. ഓക്കെ. സോ ഈ തീമിന് ലൈക്ക് അനുബന്ധിച്ചായിരിക്കും നമ്മുടെ ഗോൾസും നമ്മുടെ ഹോൾ പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ വൺസ് ഈ തീം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയാസ് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്ത് അത് ഭയങ്കര ടയറിങ് പ്രോസസ്സായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഫസ്റ്റ് ഒരു 3 ബേസിക് ഗോൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഏരിയാസ് ചൂസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ സെൽഫ് കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു 3 ഏരിയാസ് എന്തൊക്കെയാണ്, ആ ഏരിയാസിൽ ഓരോ ഗോൾ വീതം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഓരോ ഏരിയയിലും തോന്നുന്ന ഗോൾസ് എന്തൊക്കെയാണ്, ആ ഗോൾസ് സെറ്റ് ചെയ്യാം. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രോസസ് നമുക്ക് 3 ഗോൾസ് ഉണ്ടാവും അല്ലേ? 2024ലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഗോൾസ് ഉണ്ടാവും. സോ ഈ 3 ഗോൾസിന് വേണ്ടിയിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് റെഡിയാക്കാം. വിഷൻ ബോർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻട്രസ്റ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതായത് നമ്മുടെ ഗോൾസ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പിക്ചേഴ്സ് കിട്ടും, ഗൂഗിളിൽ കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് നല്ല എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന പിക്ചേഴ്സ് എന്താണ്, കോട്ട്സ് എന്താണ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു കൊളാഷ് പോലെ നിങ്ങളുടെ ഫോണിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന വാളിൽ ഒട്ടിക്കാം. സോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ലൈഫിൽ പല അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ വരാം, ചിലപ്പോൾ നമ്മൾ ബിസി ആയി പോവാം. അപ്പൊ നമ്മുടെ മൈൻഡും ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാം. ചില സമയത്ത് നമ്മുടെ ഗോൾസ് എന്താണ്, പ്രയോറിറ്റി എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോവാം. പക്ഷെ ഈ ഒരു വിഷൻ ബോർഡ് എപ്പോൾ നിങ്ങൾ നോക്കിയാലും വിത്തിൻ എ സെക്കൻഡ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വിഷൻ ബോർഡ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് റെഡിയാക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റെഡിയാക്കുന്ന ഒരു കൊളാജ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു വിഷൻ ബോർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഈ പുതിയൊരു വർഷത്തിൽ എന്തിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൂടെ കാണാം. പക്ഷെ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഈ ഓരോ ഗോൾസും നിങ്ങളുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിനെ കുറച്ചുകൂടി പരിചയപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ ഈ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ലൈക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ കുറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. കാരണം ഇനി വരുന്ന വീഡിയോയിൽ നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ഈ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾ നല്ല എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോവുക. നല്ല നിങ്ങളുടെ ഒരു സെൽഫ് കെയർ ടൈമായിട്ട് ഈ ആക്ടിവിറ്റികളെ മാറ്റുക. സോ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.